നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ആക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ എം പി ആയ സോണിയാഗാന്ധി മുന്നോട്ട് വന്നായിരുന്നു. പിന്നീട് അതിനെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ. ഞാൻ ആലോചിക്കാറുണ്ട്, സോണിയാഗാന്ധി ഇത്തവണ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിന് കാരണം അവർക്ക് ആരോഗ്യമില്ല, അനാരോഗ്യ പ്രശ്നം കൊണ്ട് മത്സരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ സാധാരണ ആരോഗ്യം ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ നിന്നൊക്കെ ഒരു വിശ്രമം എടുക്കും. നമ്മൾ എന്നിട്ട് വീട്ടിലൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന വല്ല രാമായണോ അല്ലെങ്കിൽ ബൈബിളോ ഒക്കെ വായിച്ചുകൊണ്ടിരിക്കും. പക്ഷേ സോണിയാഗാന്ധി ആരോഗ്യമില്ല എന്ന് പറഞ്ഞ സോണിയാഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിച്ചില്ല, പകരം രാജ്യസഭയിലേക്ക് മത്സരിച്ചു. കാരണം ജനങ്ങളുടെ വോട്ട് വേണ്ടല്ലോ. അങ്ങനെ രാജ്യസഭയിലെത്തി. എന്തിനാണ് സോണിയാഗാന്ധി വീണ്ടും രാജ്യസഭ അംഗമായത്? എന്തിനാ? കാരണം ഒരു സീറ്റ് നിർണായകമാണ്. അത് വെച്ചിട്ട് സർക്കാരിനെ മറിച്ചിടാം, സർക്കാർ രൂപീകരിക്കാനൊന്നുമില്ല. സോണിയാഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങൾ അതേപോലെ കിട്ടണം. പ്രധാനമന്ത്രി താമസിക്കുന്നതിനേക്കാളും വലിയ വസതിയാണ്, ഔദ്യോഗിക വസതിയാണ് സോണിയാഗാന്ധി കാലങ്ങളായി താമസിച്ചു വരുന്ന നമ്പർ 10 ജൻപത്ത് എന്ന് പറയുന്നത്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുക. MP സ്ഥാനം പോയാൽ എന്ത് പറ്റും? അവിടെ നിന്ന് ഒഴിഞ്ഞു വരേണ്ടി വരും. സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതി ആരും കണ്ടിട്ടൊന്നുമില്ല. അത്യാവശ്യം ഈ നമ്മുടെ KC വേണുഗോപാലിനോ നമ്മുടെ സതീശൻ പോലും കയറി അത് മുഴുവൻ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം അത് വലിയ ഒരു ഏക്കർ കണക്കിനുള്ള ഒരു വലിയ കൊട്ടാരമാണ്. പ്രധാനമന്ത്രിയുടെ വീടിനേക്കാളും വലിയ ഭവനത്തിലാണ് സോണിയാഗാന്ധി താമസിക്കുന്നത്. എന്താണ് അവരുടെ യോഗ്യത എന്നെനിക്കറിയില്ല. കാരണം ഇന്ത്യയിലെ ഒരു സാധാരണ MP മാത്രമാണ്. നമ്മുടെ IB ഈഡൻ MP ആണ്, സോണിയാഗാന്ധി MP ആണ്. അതല്ലാതെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒരു മഹിമയും സോണിയാഗാന്ധിക്കില്ല. എന്നിട്ടും IB ഈഡന് കിട്ടുന്നതിനേക്കാളും വലിയ വീട്ട് എന്തുകൊണ്ട് സോണിയാഗാന്ധിക്ക് കിട്ടുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. കാരണം അവരൊന്നും കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷയല്ല. വേണമെങ്കിൽ പറയാം, കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷയായതുകൊണ്ട് ഒരു വലിയ വീട് കൊടുത്തു. അങ്ങനെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ പാർട്ടിയുടെയും അധ്യക്ഷന്മാർക്കും ജനറൽ സെക്രട്ടറിമാർക്കും വലിയ കൊട്ടാരം കൊടുക്കാൻ പറ്റുമോ? സോണിയാഗാന്ധിക്ക് എന്താണ് മുന്തിയ പരിഗണന? ആ ചോദ്യം ചോദിച്ചാൽ ഉടനെ മനോരമ ഉൾപ്പെടെയുള്ള നാളത്തെ പത്രങ്ങൾ നിലവിളിക്കും, സോണിയാഗാന്ധിയെ അവിടെ നിന്ന് ഇറക്കിയാൽ സോണിയാഗാന്ധി അവിടെ ഇനി താമസിക്കേണ്ട, നിങ്ങൾ മറ്റ് MP പോലെ താമസിക്കുന്ന പോലെ ഒരു ക്വാർട്ടേഴ്സിൽ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ സോണിയയോട് അനീതി കാണിച്ചു, സോണിയെ ഫാസിസ്റ്റ് മോദി നേരിടുന്നു എന്നൊക്കെ വാർത്ത വരും. അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് സോണിയാഗാന്ധിയുടെ ഈ വീട് സർക്കാരിൻ്റെ വീടാണ് കേട്ടോ. സോണിയയുടെ സ്വന്തം വീടല്ല, MP അലോട്ട് ചെയ്യുന്ന വീടാണ്. ആ വീട്ടിൽ ഒരു ചാപ്പലുണ്ടെന്നാണ് പറയുന്നത്, ഒരു പള്ളി, സോണിയാഗാന്ധിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള പള്ളി. അപ്പോൾ അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് സോണിയാഗാന്ധിക്ക് പറയേണ്ടി വരും. പറഞ്ഞിട്ടില്ല, നിഷേധിച്ചിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. എന്നാൽ ആർക്കെങ്കിലും സംശയം തീർക്കാൻ വേണ്ടി അങ്ങോട്ടൊന്ന് കയറി ചെല്ലാമോ? അത് പറ്റത്തില്ല. അപ്പോൾ സോണിയാഗാന്ധിയുടെ വീടൊന്നും കാണണമെന്ന് വെച്ചാൽ എനിക്കോ ബബിതയ്ക്കോ നമ്മുടെ ഈ രാജ്യത്തെ ഏതെങ്കിലും പൗരനെ ആഗ്രഹിച്ചാൽ അതൊക്കെ പറ്റില്ല, സമ്മതിക്കില്ല. കോൺഗ്രസിൻ്റെ MP വരെ അതിനകത്തോട്ട് കയറാൻ പെർമിഷൻ ഇല്ല. ഓർക്കുന്നില്ലേ, നമ്മുടെ ആസാം മുഖ്യമന്ത്രിയായിരിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മ അല്ലേ? ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ്സുകാരനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കാണാൻ പോയി. 2 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു. 2 മണിക്കൂർ കാത്തിരുന്ന് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അകത്തേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം കാണുന്നത് അത് രാഹുൽ ഗാന്ധിയുടെ പട്ടി ഒരു മേശപ്പുറത്തിരിക്കുന്ന ഒരു ബിസ്ക്കറ്റ് പാത്രത്തിൽ നിന്ന് ബിസ്ക്കറ്റ് കടിച്ചു തിന്നുന്നു. അതിൽ നിന്ന് പട്ടി കടിച്ചതിൻ്റെ ബാക്കി ഒരു ബിസ്ക്കറ്റ് എടുത്ത് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കൊടുത്തു. ഹിമന്ത ആ പട്ടി ബിസ്ക്കറ്റ് തിരിച്ച് രാഹുൽ ഗാന്ധിയുടെ കൊടുത്തിട്ട് തനിക്കും പട്ടിക്കും പറ്റിയ സാധനം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അന്ന് അവിടെ നിന്ന് ഇറങ്ങി. ആ വീട്ടിൽ നിന്നല്ല, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇറങ്ങി BJPയിൽ ചേർന്നു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ BJP മുഖ്യമന്ത്രിയായിട്ട് മാറി. അപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കുന്ന പരിഗണന അങ്ങനെയാണ്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ഭവിത ഓർക്കും, ഇയാളെന്തായി പറയണത്? ദ്രൗപദി മുർമുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സോണിയാഗാന്ധിയുടെ കാര്യം പറയുന്നു, ഹിമന്ത ബിശ്വയുടെ കാര്യം പറയുന്നു, രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയുന്നു, പട്ടിയുടെ കാര്യം പറയുന്നു. എനിക്ക് രാവിലെ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ പ്രഥമ പൗരയാണല്ലേ, ആ ഫസ്റ്റ് സിറ്റിസനാണ് ഇന്ത്യൻ പ്രസിഡന്റ്, അത് രാഷ്ട്രപതിയുടെ വീട് അങ്ങനെയല്ല. രാഷ്ട്രപതിയുടെ വീട് ഇപ്പോൾ ആർക്കും കയറാവുന്നൊരു വീടാണ്. ആർക്കും ആരുടെ ആഗ്രഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയോട് പറയാം. ഞാൻ സോണിയാഗാന്ധി എന്താ പറഞ്ഞത്? ആ പാവം പൂവർ തിങ് എന്നാണ് പറഞ്ഞത്. ആ പാവം സാധനം. നമ്മളൊരു മനുഷ്യനെ സാധനം എന്ന് വിളിക്കുമോ? സാധനമെന്ന് വിളിച്ച് കേട്ടിട്ടുണ്ട്. ഈ സ്മാർത്ഥ വിചാരമില്ലേ, രാത്രിക്കുട്ടിയെ ഭ്രഷ്ട് കൽപ്പിച്ചത്. അങ്ങനെ ഭ്രഷ്ട് കൽപ്പിക്കുമ്പോൾ പിന്നെ സാധനമാണ്. ഏറ്റവും മോശപ്പെട്ടൊരു പദമാണ്. ഒരു മനുഷ്യനെ ആരും സാധനം എന്ന് വിളിക്കാറില്ല. അപ്പം അവർ വല്ലാതെ ക്ഷീണിച്ചിരുന്നു രാഷ്ട്രപതി, അവരാകെ വിഷമിച്ചു പോയി. പൂവർ ലേഡി എന്നൊക്കെ ആദ്യം പൂവർ ലേഡി വല്ലാതെ ക്ഷീണിച്ചു എന്ന് പറഞ്ഞത് പൂവർ തിങ് എന്നാണ് പറഞ്ഞത്.
പൂവർ തിങ്, ആ പാവം സാധനം, ഒരു മനുഷ്യനെ വിളിക്കുന്ന സാധാരണ മനുഷ്യനെ പോലും ഒരു പാവം സാധനമാണ് എന്ന് പറഞ്ഞാൽ ഒരു അപമാനിക്കുന്ന വാക്കാണ്. അപ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ പദവിയിലിരിക്കുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന, ഇന്ത്യയിലെ ആ പൗരന്മാരുടെ പട്ടികയെടുത്താൽ ഒന്നാമത്തെ പൗരയായിട്ടുള്ള രാഷ്ട്രപതിയെ ഈ നികൃഷ്ടയായ സ്ത്രീ പാവം സാധനം എന്ന് വിളിച്ച് ആക്ഷേപിച്ചത്. അത് നമ്മുടെ നാട്ടിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. നരേന്ദ്രമോദി തിരിച്ച് സോണിയയെ ഒരു മദാമ എന്ന് വിളിച്ചാൽ ഇവിടെ വലിയ കോലാഹലം ഉണ്ടാകും. പക്ഷേ ഒരു മദാമ വന്നിട്ട് ഇന്ത്യയുടെ സംസ്കാരവും ഇന്ത്യയുടെ പൈതൃകവും ഇന്ത്യയുടെ പാരമ്പര്യവും അറിഞ്ഞുകൂടാത്ത ഒരു സ്ത്രീ വന്നിട്ട് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ കസേരയിലിരിക്കുന്ന മഹതിയെ ദ പൂവർ തിങ് എന്ന് വിളിച്ചിട്ട് ഒരു ലജ്ജയുമില്ലാതെ ഇപ്പോഴും അവർ പാർലമെൻറ്റിൽ വന്ന് കെട്ടി ഒരുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് പറയാനുള്ള കാരണം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു വാർത്ത ചിലരൊക്കെ അറിഞ്ഞിട്ടുണ്ട്, അറിയാത്തവരുടെ അറിവിലേക്കാണ്. നമ്മൾ അടുത്തിടെ നരേന്ദ്രമോദിയുടെ ഒരു ചിത്രം കണ്ടു. നരേന്ദ്രമോദി നടന്നു പോകുമ്പോൾ ചുറ്റും ഈ ബ്ലാക്ക് കാറ്റ്സ് ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽ ഒരു വനിത കറുത്ത യൂണിഫോമൊക്കെ ധരിച്ച ഒരു വനിത നരേന്ദ്രമോദിക്കൊപ്പം നടക്കുന്ന ഒരു പടം കണ്ടു. അപ്പോൾ എല്ലാവരും ഓർത്തിട്ടാ ഈ വന്ന് SPGയിൽ ഇപ്പോൾ പെണ്ണുങ്ങളും വന്നോ, SPGയിൽ പെണ്ണുങ്ങളും ഉണ്ടോ? SPG എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിമാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സേനയാണ്. നേരത്തെ മുൻ പ്രധാനമന്ത്രിമാർക്കും ഉണ്ടായിരുന്നു, പ്രസിഡന്റിനും ഒക്കെ ഉണ്ടായിരുന്നു. അത് മാറിയിട്ട് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് വേണ്ടി മാത്രമാണ് SPG ഉള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ സുരക്ഷ ഒരുക്കുന്നത് NSGയും പാരാ മിലിറ്ററി ഫോഴ്സിൻ്റെ കമാൻഡോസും ഒക്കെയാണ്. രാഷ്ട്രപതിക്കാണെങ്കിൽ രാഷ്ട്രപതിക്ക് വേണ്ടി പ്രത്യേക ബോഡി ഗാർഡ്സ് ഉണ്ട്, പ്രസിഡൻസ് ബോഡി ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വേറെ വിങ് ഉണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സ്പെഷ്യൽ ബോഡി ഗാർഡ് ഇടാവുള്ളൂ. ഒന്ന് പ്രധാനമന്ത്രിക്ക് ഈ പറഞ്ഞ പോലെ SPGയും മറ്റവർക്ക് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ SPGയും രാഷ്ട്രപതിക്ക് പ്രസിഡൻസ് ബോഡി ഗാർഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സുരക്ഷാ വിഭാഗമാണ്. ഈ പ്രസിഡന്റ് സുരക്ഷാ വിഭാഗത്തിലെ പ്രസിഡന്റിൻ്റെ ബോഡി ഗാർഡ് ആയിട്ടുള്ള പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായിട്ടുള്ള പൂനം ഗുപ്തയായിരുന്നു അന്ന് നരേന്ദ്രമോദിക്കൊപ്പം നടന്നു പോകുന്ന ചിത്രത്തിൽ കണ്ടത്. അവര് നമ്മുടെ രാഷ്ട്രപതിയുടെ ബോഡി ഗാർഡാണ്. ആ ഒരു CRPFൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്നിരിക്കുന്നതാണ്. CRPFൻ്റെ അസിസ്റ്റന്റ് കമാൻഡൻ്റാണ്. അപ്പോൾ രാഷ്ട്രപതി ഭവനിലാണ് ജോലി ചെയ്യുന്നത്. ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ ഇവർ MSc മാത്തമാറ്റിക്സ് പഠിച്ചവരാണ്, ബീഹാർ സ്വദേശിനിയാണ്, B.Ed ബിരുദമൊക്കെ കഴിഞ്ഞിട്ട് 2018 CRPFൻ്റെ പരീക്ഷ എഴുതിയപ്പോൾ അവർക്ക് 81ാമത്തെ റാങ്ക് കിട്ടി. അങ്ങനെ CRPFൽ വന്നു. CRPFലെ മികവുറ്റ കേഡറ്റ് ആയതിനെ തുടർന്ന് അവരെ സെലക്ട് ചെയ്തു. എന്തിനാണ്? രാഷ്ട്രപതിയുടെ ബോഡി ഗാർഡിൻ്റെ ഭാഗമാക്കി, ആ സേനയുടെ ഭാഗമാക്കി തിരഞ്ഞെടുത്തു. അപ്പോൾ ഇവർക്കിപ്പോൾ എത്രയാണ്, 28 വയസ്സുണ്ട്. 28 വയസ്സായപ്പോൾ ഇവർക്ക് കല്യാണം കഴിക്കാൻ ഒരു ആഗ്രഹം. അവർ CRPFൽ തന്നെ ഉദ്യോഗസ്ഥനായ അവനീഷ് കുമാറുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞു. അപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരു ദിവസം ദ്രൗപദി മുർമുവിൻ്റെ കൂടെ, സന്തത സഹചാരിയാണല്ലോ, മുർമുവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു, മാഡം എനിക്കൊരു കാര്യം പറയാനുണ്ട്. വറച്ചാണ് നമ്മുടെ പൂനം ഗുപ്ത ചോദിച്ചത്. അപ്പോൾ ഒരു മാതൃസഹജമായ വാത്സല്യത്തോടെ ദ്രൗപദി മുർമു ചോദിച്ചു, എന്താണ്? അല്ല, ഞാൻ പറഞ്ഞാൽ ഒന്നും തോന്നരുത്, തെറ്റിദ്ധരിക്കരുത്, ഐ എം സോറി ടു സേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ മുഖവരൊക്കെ ഇട്ടാണ് പറഞ്ഞത്. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, കുട്ടി നീ പറയുമോ, നിനക്ക് എന്താണ് വേണ്ടത്? പറഞ്ഞു, അതെ എൻ്റെ കല്യാണമൊക്കെ ആയി, കല്യാണം ഉറപ്പിച്ചു, അവനീഷ് കുമാർ CRPFകാരനാണ്. അവിടെ പറഞ്ഞപ്പോൾ ദ്രൗപദി പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ ഉറപ്പായിട്ട് കല്യാണത്തിന് വരാം. അതല്ല മാഡം, എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ്? അതെ, എനിക്ക് എൻ്റെ കല്യാണം ഇവിടെ വെച്ച് നടത്തണം. ദ്രൗപദി മുർമു ഒരു നിമിഷം, ഇവിടെ വെച്ചോ? അതെ, രാഷ്ട്രപതി ഭവനിൽ വെച്ച് എൻ്റെ കല്യാണം നടത്തണമെന്നാണ് എനിക്കൊരാഗ്രഹം. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ ആരും സമ്മതിക്കുന്നില്ല. രാഷ്ട്രപതി ഭവൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഒരു കല്യാണം നടന്നിട്ടില്ല. രാഷ്ട്രപതി ഭവൻ കല്യാണ മണ്ഡപമൊന്നുമല്ലല്ലോ. പക്ഷേ തൻ്റെ സുരക്ഷാ വിഭാഗത്തിൻ്റെ ചുമതലയായി, തൻ്റെ ഊണിലും ഉറക്കത്തിലും തൻ്റെ സന്തത സഹചാരിയായി ആരെങ്കിലും തന്നെ ആക്രമിക്കാൻ വന്നാൽ തൻ്റെ ജീവൻ തൃണവൽഗണിച്ച് തൻ്റെ ഒപ്പം നിൽക്കേണ്ട ആളാണ് തൻ്റെ സുരക്ഷാ ഓഫീസർ. ഇപ്പോൾ ട്രംപിൻ്റെ കാര്യങ്ങളില്ലേ, ട്രംപിന് വെടിയേറ്റപ്പോൾ അന്ന് ഒരു FBI കമാൻഡോ ട്രംപിൻ്റെ അടുത്ത വെടിയുണ്ട വരുന്നതിന് ട്രംപിന് മുന്നിൽ കയറിയിരുന്നു. അടുത്ത വെടിയുണ്ട വന്നാൽ അയാൾക്ക് കൊള്ളുള്ളായിരുന്നു. ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ അയാളെ FBIയുടെ സുരക്ഷാ വിഭാഗത്തിൻ്റെ ഡയറക്ടറാക്കി. ഇത്തരം സ്പെഷ്യൽ ഫോഴ്സിൻ്റെ സാധാരണ ഓഫീസറാണ്, അയാളെ ആ വിഭാഗത്തിൻ്റെ ഹെഡായിട്ട് നിയമിച്ചു. കാരണം തൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, ട്രംപ് രക്ഷപ്പെടണമെന്ന് കരുതിയിട്ട് രക്ഷപ്പെടുത്തിയ ആളാണ്. എന്ന് പറയുന്ന പോലെ ദ്രൗപദി മുർമുവിന് നേരെ ആരെങ്കിലും എന്തെങ്കിലും ആക്രമണം നടത്തിയാൽ സ്വന്തം ശരീരം കവചമാക്കി ഉപയോഗിച്ച് പോലും അവരെ രക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥയാണ്
പൂനം ഗുപ്ത പറയാം, എനിക്ക് ഇവിടെ വെച്ച് എൻ്റെ കല്യാണം നടത്തിയാൽ കൊള്ളാം എന്ന് ഒരാഗ്രഹം എന്ന് ഇവർ വിറച്ച് ഇടറുന്ന ശബ്ദത്തിലാണ് പറഞ്ഞത്. ദ്രൗപദി മുർമുവിന് 2 പ്രാവശ്യം ആലോചിക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ ആലോചിക്കില്ല. ചിലപ്പം അവർ സ്കൂളിൽ അധ്യാപികയായിരുന്നു. അപ്പം അധ്യാപികയായിരിക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ വന്നിട്ട് ടീച്ചറിൻ്റെ മൂക്കുത്തി കൊള്ളാം, ഞാനൊന്ന് തൊട്ടോട്ടെ എന്ന് ചോദിച്ചാൽ ആ തൊട്ടോ എന്ന് പറഞ്ഞ് ടീച്ചർ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്ന ഒരു അധ്യാപികയുടെ മനസ്സുകൂടിയുള്ള ഈ മാതൃസ്നേഹമുള്ള ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു, അതിനെന്താ മോളെ ഇവിടെ വെച്ച് നടത്താം, നിൻ്റെ കല്യാണം ഇവിടെ നടത്താമെന്ന് പറഞ്ഞു. സത്യത്തിൽ അപ്പോൾ ഈ പൂനം ഗുപ്തയ്ക്ക് ബോധം പോയില്ലെന്നേ ഉള്ളൂ. ഇന്ത്യൻ പ്രസിഡന്റ് പറയാണ്, അവരുടെ ഒരു വൈൽഡായിട്ടുള്ള സ്വപ്നമായിരുന്നു, ഒന്ന് ചോദിച്ചു പറഞ്ഞു പോയെന്നേ ഉള്ളൂ, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രപതി പറഞ്ഞു, നിൻ്റെ കല്യാണം ഈ രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടത്തും. അങ്ങനെ മദർ തെരേസ കോംപ്ലക്സിൽ വെച്ച് പൂനം ഗുപ്തയുടെയും അവനീഷ് കുമാറിൻ്റെയും കല്യാണം നടക്കാൻ പോവാണ്. അത് രാഷ്ട്രപതി സംബന്ധിച്ചു. പക്ഷേ കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ട്. വളരെ ലിമിറ്റഡ് നമ്പർ ആളുകളെ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെ ഈ കല്യാണം ഉടൻ നടക്കും. അതിൻ്റെ തീയതി പിന്നാലെ വരുന്നുണ്ട്. അത് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും വളരെ അഭിമാനകരമായൊരു കാര്യമാണ്. കാരണം ഒരു സാധാരണ CRPF ഭടന് പോലും, ആ സേനയിലെ ഒരാൾക്ക് പോലും അപ്രോച്ചബിളാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി. ആദ്യം പറഞ്ഞ ആളുകൾ നമ്മളെ ഒന്ന് കമ്പയർ ചെയ്ത്, അതിനാണ് ഞാൻ ആദ്യം രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെ ഒക്കെ പറഞ്ഞ പോലെ. അപ്പോൾ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു അമ്മ മനസ്സുള്ള ഒരു രാഷ്ട്രപതിയുണ്ട്. ആ അമ്മ മനസ്സിനെ കാണാൻ കഴിയാത്തതിന് കാരണം അവർ 2-3 കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ തൊലിനിറം കറുത്ത ഒരു ഗോത്ര വനിതയാണ്. കാരണം ഒരു ഗോത്ര വനിത ഇന്ത്യയിൽ ഇപ്പോഴും ഏറ്റവും പിന്നാക്കം കിടക്കുന്ന ഒരു ഗോത്ര വിഭാഗത്തിൽ നിന്നവരാണ്, അല്ലേ, ST ഷെഡ്യൂൾഡ് ട്രൈബിൽപ്പെട്ടവരാണ്. അവിടെ നിന്ന് അവർ പഠിച്ച് അധ്യാപികയായി, അവിടുത്തെ സർക്കാരിലെ മന്ത്രിയായി, ഗവർണറായി, ഇപ്പോൾ രാഷ്ട്രപതിയായി വന്നു. ഈ നാട്ടിൽ ഇങ്ങനൊരവസരം ഇങ്ങനെ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് നൽകുന്നത് BJP എന്നുള്ള പാർട്ടി മാത്രമാണ്. ശാസ്ത്രജ്ഞനായ ഒരു രാഷ്ട്രപതി നമുക്കുണ്ടായത് BJP അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ്. BJPയുടെ നിർദ്ദേശമായിരുന്നു. 2ാം തവണ അദ്ദേഹത്തിന് അവസരം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ കോൺഗ്രസും ഈ കമ്മ്യൂണിസ്റ്റുകാരും കൂടെ അത് നിഷേധിച്ചു, ആക്കിയില്ല. അവർ സമ്മതിച്ചില്ല, അവർ വോട്ട് ചെയ്തില്ല. BJP വീണ്ടും അബ്ദുൽ കലാമിനെ വീണ്ടും രാഷ്ട്രപതിയാക്കാൻ നിർദ്ദേശിച്ചപ്പോൾ എതിർത്തത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാർ. എന്നിട്ട് ഇവരൊക്കെ ഇപ്പോൾ പറയുകയാണ്, ഇന്ത്യയുടെ മഹാനായ രാഷ്ട്രപതിയായിരുന്നു കലാം എന്ന് പറയുന്നുണ്ട്. എന്തൊരു വിരോധാഭാസമാണ് എന്ന് പറയുന്ന പോലെ സോണിയാഗാന്ധി അപമാനിച്ച ഈ മഹതിയുടെ വലിപ്പം അറിയണമെങ്കിൽ ഒരു പോലീസുകാരിക്ക് സ്വന്തം കല്യാണം രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടത്താനുള്ള അവസരം കൊടുത്തിരിക്കുന്ന ഒരു മഹതിയാണ് നമ്മുടെ രാഷ്ട്രപതിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അഭിമാനം ഉണ്ടാവേണ്ടതാണ്. കാരണം സോണിയാഗാന്ധി കണ്ടുപഠിക്കട്ടെ. ജനം സോണിയാഗാന്ധിയെയും ദ്രൗപദി മുർമുവിനെയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കട്ടെ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.